ഹലോ ഡിയേഴ്സ്, ഫസിൽ സാറാണ്. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അപ്ഡേറ്റുമായിട്ടാണ് വന്നത്. നമ്മുടെ ഓണപ്പരീക്ഷയുടെ ടൈം ടേബിൾ വന്നിട്ടുണ്ട്. അപ്പോൾ സാർ ഇതന്നെയല്ലേ മുന്നേ പറഞ്ഞത് ഒരു ടൈം ടേബിൾ ഒന്നുള്ളത്? അതല്ല, അത് ഡ്രാഫ്റ്റ് ടൈം ടേബിൾ ആയിരുന്നു. ഇത് ഒറിജിനൽ ടൈം ടേബിൾ. ഓണം എക്സാം ഇതേ പാറ്റേണിലാണ് പോകാം. അപ്പോൾ ഇതിൽ കുറച്ച് അപ്ഡേറ്റ്സ് ഒക്കെ ഉണ്ട്, കുറച്ച് പ്രശ്നങ്ങളുണ്ട്. ചെറിയൊരു പ്രശ്നമുണ്ട്, പണി കിട്ടാൻ സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ നമ്മുടെ ടൈം ടേബിളിലേക്ക് നേരെ കിടക്കാം. അപ്പോൾ നമ്മുടെ എക്സാം തുടങ്ങുന്നത് 3-ാം തീയതിയാണ്. അതിൽ മാറ്റമൊന്നുമില്ല. ഓക്കെ, അതിൽ മാറ്റമൊന്നുമില്ല. 3-ാം തീയതി ചൊവ്വാഴ്ചയാണ്. 1ാം ഭാഷ പേപ്പർ ലാംഗ്വേജ് 1. ഓക്കെ, ഫസ്റ്റ് ലാംഗ്വേജും തുടങ്ങും. അതുപോലെ 4-ാം തീയതി പരീക്ഷയുണ്ട് ബുധനാഴ്ച, ഇംഗ്ലീഷാണ്. 5-ാം തീയതി വ്യാഴാഴ്ച പരീക്ഷയുണ്ട് ഹിന്ദി. അതായത് 3, 4, 5 നമ്മുടെ ലാംഗ്വേജസ് എല്ലാം അങ്ങ് തീരും. ഓക്കെ, പിന്നെ നമ്മുടെ മലയാളം സെക്കൻഡ് ആ ഒരു ലാംഗ്വേജ് 2 മാത്രമേ ബാക്കി ഉണ്ടാവുള്ളൂ. ഇനി ശ്രദ്ധിക്കേണ്ട കാര്യം എന്താ വെച്ചാൽ, ഇതിവിടെ നോക്കൂ, 9-ാം തീയതി തിങ്കളാഴ്ച നമുക്ക് ഗണിതം വരുന്നുണ്ട്, മാത്സ്. അപ്പോൾ അതിന് നമുക്കൊരു 3 ദിവസത്തെ ഗ്യാപ്പ് ഉണ്ട്. ആ ദിവസം നിങ്ങൾ നല്ലപോലെ യൂസ് ചെയ്യണം. 3 ദിവസം നമുക്ക് ഗ്യാപ്പ് വരുന്നുണ്ട്, 3 ദിവസം. ഓക്കെ, അതായത് വെള്ളി, ശനി, ഞായർ 3 ദിവസം നമുക്ക് എന്ത് ചെയ്യുന്നു ഗ്യാപ്പ് വരുന്നുണ്ട്. അത് ശ്രദ്ധിക്കണം കേട്ടോ. അത് കഴിഞ്ഞ് നമുക്കൊരു പ്രശ്നം വരുന്നത് എവിടെയെന്ന് വെച്ചാൽ, നമുക്ക് ഇവിടെ ചൊവ്വാഴ്ച ഭാഷ പേപ്പർ 2, അതായത് നമ്മുടെ ലാംഗ്വേജ് 2ന്റെ പരീക്ഷ കഴിഞ്ഞാൽ പിന്നെ ഒരു ദിവസം പോലും ഗ്യാപ്പ് ഇല്ലാതെ ബുധനാഴ്ച നമുക്ക് എന്തെഴുതണം? നമ്മുടെ സയൻസിന്റെ പരീക്ഷ എഴുതണം. ഈ ബുധനാഴ്ച സയൻസ് ആണ് പരീക്ഷ. ഓക്കെ, സയൻസിന്റെ അവസ്ഥയൊക്കെ അറിയാം, ഫിസിക്സിന്റെ, കെമിസ്ട്രി ഉണ്ട്, അതുപോലെ ബയോളജി ഉണ്ട്. 3ഉം കൂടെ ഒരുമിച്ച് ഒരൊറ്റ പേപ്പറിൽ പരീക്ഷ വന്നാൽ നമുക്ക് എന്ത് ചെയ്യും? പണി കിട്ടും. അതുകൊണ്ട് ഇവിടെ 3 ദിവസത്തെ ഗ്യാപ്പിൽ ഇതൊന്ന് ഫില്ല് ചെയ്യണം, ഇതൊന്ന് എടുത്ത് പഠിക്കണം. ഓക്കെ, അവിടെ പൊടി തട്ടാനൊക്കെ നിങ്ങളെ ഏകൻ സഹായിക്കും. ഏകന്റെ ലൈവുകൾ മാത്രം കണ്ടാൽ മതി, എല്ലാം സെറ്റ് ആയിരിക്കും. ഒന്നുകൊണ്ടും പേടിക്കാനായിട്ട് നല്ല റിവിഷൻ ക്ലാസ്സുകൾ കിട്ടും. ഓക്കെ, യെസ്. ഇനി അവസാനം വ്യാഴാഴ്ച സോഷ്യൽ സയൻസ് ആണ്. അത് നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട, ഞങ്ങൾ എല്ലാവരും കൂടെ ഉണ്ടായിരിക്കും. അപ്പം നമുക്ക് സെറ്റാക്കാം. അന്ന് തന്നെ കലാകായിക പ്രവൃത്തി പരിചയമുണ്ട്. ഓക്കെ, 12-ാം തീയതി വരെ പരീക്ഷയുണ്ട്. അപ്പോൾ ഇവിടെ എന്താ പ്രശ്നം എന്ന് വെച്ചാൽ, ഇതിൽ ഏതെങ്കിലും ഒരു ദിവസത്തെ പരീക്ഷ ഗവൺമെന്റ് മാറ്റിവെച്ചാൽ, എന്തെങ്കിലും ഒരു അവധി പ്രഖ്യാപിക്കുക, മഴയോ അങ്ങനെ എന്തെങ്കിലും സംതിങ് വന്നിട്ട് ഈ പരീക്ഷ മാറ്റി വെക്കേണ്ടി വന്നാൽ, നിങ്ങൾ ആ പരീക്ഷ എഴുതേണ്ടി വരിക 13-ാം തീയതിയാണ്. 13-ാം തീയതി ഫ്രൈഡേ നമ്മൾ ഈ എക്സാം എഴുതേണ്ടി വരും. ഈ 13-ാം തീയതി ഫ്രൈഡേ എന്ന് പറയുമ്പം ഉത്രാടത്തിന് നേരെ തലേദിവസം, അതായത് ഓണത്തിന് നേരെ തലേദിവസം പോയി പരീക്ഷ എഴുതണം. പല സ്കൂളുകളിലും ഓണപ്പരിപാടിയും അതായത് പ്രോഗ്രാംസ് ഒക്കെ ചെറുതായിട്ടൊക്കെ വലിയ രീതിയിൽ അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കണ്ടക്ട് ചെയ്യാൻ ഉദ്ദേശിച്ചതും ഈ ഒരു ദിവസമായിരിക്കും. അപ്പം മക്കളെ, ഒരു എക്സാം പോലും ക്യാൻസൽ ചെയ്യാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളി. ക്യാൻസൽ ചെയ്താൽ നല്ല പണിയാണ് കിട്ടാൻ പോകുന്നത്. 13-ാം തീയതി പോയിട്ട് ഓണത്തിന് തലേന്നും പോയി പരീക്ഷ എഴുതേണ്ടി വരും. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഓണപ്പരിപാടിയും കഴിഞ്ഞ് നേരെ എന്ത് ചെയ്യാം, വീട്ടിലേക്ക് പോവുകയും ചെയ്യാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ എനിക്ക് പറയാനുള്ളത്. മാക്സിമം നന്നായിട്ട് പഠിക്കാം. നമ്മുടെ മിനി മാരത്തോണുകളൊക്കെ നന്നായിട്ട് കാണാം, എൻജോയ് ചെയ്ത് പഠിക്കാം. അപ്പോൾ ഏകന്റെ കൂടെ നിൽക്കാൻ നിങ്ങളുടെ കൂടെ ഏകനുണ്ട്. ഇനി ഇതിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരും, എന്തെങ്കിലും അപ്ഡേറ്റ് വന്നു കഴിഞ്ഞാൽ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കാൻ ഏകൻ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കും. അപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യാനും മാക്സിമം ആളുകൾക്ക് ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും മറക്കണ്ട. ഓക്കെ, എന്താണ് ടൈം ടേബിളിനെ പറ്റി നിങ്ങളുടെ അഭിപ്രായം എന്ത് ചെയ്യണം? താഴെ കമന്റ് ബോക്സിൽ പറയും കൂടെ വേണം. അപ്പോൾ ഇനിയും കാണാം. താങ്ക് യു, ബൈ, സീ യു.